കെ ജയകുമാർ ശബരിമലയിൽ എത്തിയപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ശബരിമല ക്ലീനായി, മൊത്തത്തിൽ ക്ലീനാക്കി. അദ്ദേഹം പുലാവൊക്കെ മാറ്റി സദ്യയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എല്ലാം റെഡിയാക്കാൻ വേണ്ടി വന്ന ജയകുമാറിന് അയ്യപ്പൻ അതിലും വലിയ പണി കൊടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ട്. അതായത് ഇരട്ട പദവിയിൽ പിന്നെ കൃത്യമായി കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പ്രതിസന്ധി അത് രൂക്ഷമാണ്. അതായത് ജയകുമാറിന്റെ അയ്യപ്പൻ പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കെ ബി അശോക് അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല, സർക്കാരിനെതിരെ അല്ല താൻ. പക്ഷേ അധികാര കൊതിയനായ അധികാരമോഹിയായ കെ ജയകുമാറിനെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഈ ജയകുമാറിന്റെ കാര്യത്തിൽ എന്താകും? ശബരിമല പടി ഇറങ്ങുമോ ജയകുമാർ? അല്ല, ഇതെല്ലാം സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ ഏത് പ്രവർത്തനവും സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾക്കും അതിൻ്റെ ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ സാധ്യമാകൂ. ഇവിടെ ഇരട്ട പദവിയാണ് ജയകുമാർ ഇപ്പോൾ വഹിക്കുന്നത് എന്ന് മാത്രമല്ല, ഇരട്ട ശമ്പളവും അദ്ദേഹം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ് ശബരിമലയിൽ നിന്ന് അദ്ദേഹം ശമ്പളം വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞു. പക്ഷേ അലവൻസും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്വായത്തമാക്കുന്നുണ്ട്. അത് വേണ്ടതുമാണ്. കാരണം വെറുതെ അവിടെ വന്നിരുന്നിട്ട് ഭരണം നടത്താനൊന്നും കഴിയില്ല. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, അതിന് പൈസയും കൊടുക്കണം, ശരിയാണ്, അതിലൊന്നും തർക്കമില്ല. അയാൾക്ക് ശമ്പളവും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ രണ്ട് തലത്തിൽ നിന്ന് അദ്ദേഹം ശമ്പളം വാങ്ങേണ്ടതില്ല. ഇപ്പോൾ അദ്ദേഹം IMGയിലാണ് ഡയറക്റ്റായിട്ടിരിക്കുന്നത്. അവിടെ എങ്ങനെ ഡയറക്റ്റായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശമ്പളം ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ്. അത്ര ഉയർന്ന ശമ്പളം അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരിടത്ത് മറ്റൊരു പദവിയിൽ അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ IMGയിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ പദവി രാജിവെച്ചിട്ട് വേണം ശബരിമലയിലേക്ക് പോകാനായിട്ട്. ശബരിമലയിൽ അദ്ദേഹം ആവശ്യമാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നീതിബോധം എന്ന് പറയുന്നത് നിർവഹിക്കപ്പെടും എന്ന് കരുതാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ശരിയാണെന്ന് വെച്ചാൽ ഇത് ശരിയല്ല. എന്തിനെങ്ങനെ? കാരണം അദ്ദേഹത്തിന് വളരെ ക്ലീനായിട്ടുള്ള ഒരു ഇമേജ് നിലനിർത്താനായിട്ട് കഴിയണമെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ ഭംഗിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അസാധ്യമാണ്. ഇവിടെ ഈ വിഷയം എന്ന് പറയുന്നത് ഗൗരവമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഗൗരവമായിട്ട് നമ്മളത് പരിശോധിക്കുന്ന സമയത്ത് അശോക് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് അംഗീകരിക്കുന്നത്. അശോക് സ്ഥിരം യുദ്ധം ചെയ്യുന്ന, IAS രംഗത്ത് യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയാണ്. എന്താണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്? ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നാണ്. സാധാരണ രീതിയിൽ ഈ ഭരണകൂടത്തിനകത്തു നിന്ന് ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അതിനകത്തുള്ള റബലുകളുടെ ഒരു സ്വഭാവമാണ്. ശരി, അവർക്ക് ആ തരത്തിലൊരു അംഗീകാരം കിട്ടുന്നുണ്ട്. അദ്ദേഹം ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ സർക്കാരിനെതിരല്ല, ഞാൻ സർക്കാരിനൊപ്പമാണ്. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജയകുമാർ സാറ് എന്തിനാണ് ഈ ജീവിതകാലം മുഴുവനും ഇങ്ങനെ സർക്കാർ സേവകനായിട്ട് പ്രവർത്തിക്കുന്നത്? കുറച്ച് പ്രായമൊക്കെ വിരമിക്കണ്ടേ? ഇവിടെ വിരമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇരട്ടി പദവിയും ഇരട്ടി ശമ്പളവും ഒക്കെ വാങ്ങാനായിട്ട് ഒരു മടിയുമില്ലാതെ ആർത്തി കൊണ്ട് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നേരത്തെ തമാശയായിട്ട് അദ്ദേഹം ജയകുമാറിനോട് പറയുന്ന ഒരു പ്രയോഗം അദ്ദേഹം ഈ അവസരത്തിൽ പറയുന്നുണ്ട്. അവർ നമ്മളെ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, പിരിയരുത്, ഒരു കാരണം പിരിയരുത്, എന്തെങ്കിലും തരത്തിൽ ആപതുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാരണവരം ആംബുലൻസ് അയച്ചു തരാം, ആ ആംബുലൻസിൽ കിടന്നെങ്കിലും എന്ത് ചെയ്യണം, സർക്കാരിനെ സേവിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ അദ്ദേഹത്തെ നേരത്തെ കളിയാക്കിയിരുന്നതാണ് എങ്കിൽ ഇപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എന്നാണ് അശോക് എന്ത് ഓർത്തെടുക്കുന്നത്. നമുക്ക് ജയകുമാറിൽ മാത്രമല്ല, പൊതുവെ ഈ സർക്കാർ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വലിയ ഉദ്യോഗം നേടുന്ന ചീഫ് സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ, അവർ വിരമിച്ച് വീട്ടിൽ പോയപ്പോരെ ഗവൺമെൻറ് നല്ല പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. വീണ്ടും അവർ ഗവൺമെൻറ്റിനെ സേവിക്കാൻ എന്ന് പറഞ്ഞ് അതിനേക്കാൾ ഉയർന്ന ശമ്പളം വാങ്ങുന്ന പദവികളിലേക്ക് എന്തിനാണ് ഇടിച്ചു കയറുന്നത് എന്ന് ആളുകൾ ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ IMGയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം ശബരിമലയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കട്ടെ. ഭക്തർക്കും അതേപോലെ തന്നെ സമൂഹത്തിനും അതൊക്കെ ഒരു ആഹ്ലാദമായ കാര്യമായി കണക്കാക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവട്ടെ. ഈ അശോക് പറയുന്ന കാര്യം പരിഹരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അപകടത്തിലാണ് ജയകുമാറിൻ്റെതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശരിയാണ്, ഈ ജയകുമാർ ശബരിമലയിലേക്ക് വന്നപ്പോൾ
എല്ലാവരും കരുതി ശബരിമല ക്ലീൻ ആകും. നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈ സ്വർണ്ണക്കൊള്ളയിലൊക്കെ വിശ്വാസികളടക്കം വലിയ സങ്കടത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും ഒരുവിധം എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പുണ്ടാക്കി. ഈശ്വര വിശ്വാസി കൂടിയായ ഒരാളാണ്. നമ്മൾ ഈ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഈശ്വര വിശ്വാസി ഒരാൾ പണത്തിനൊരാർത്തി ഉണ്ടാകില്ല. എന്തായാലും അയ്യപ്പന്റെ ഈശ്വരവിശ്വാസികളായ ആളുകൾക്ക് പണത്തിന്റെ ആർത്തി പാടില്ല എന്ന് ഈശ്വരൻ പറഞ്ഞിട്ടില്ല. അല്ല അതിപ്പോ മനസ്സിലായി. ശബരിമല കൊണ്ട് നമുക്ക് മനസ്സിലായി എല്ലാ കള്ളന്മാരുമാണ്. വിശ്വാസികളായ ഈശ്വരനെ തൊഴുന്നവന്മാരെല്ലാം കള്ളന്മാരാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. അവര് ഈശ്വരനെ തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കള്ളം ചെയ്യുന്നത്. ഈശ്വര നിന്നെ ഞാൻ കക്കാൻ പോവുകയാണ്, ക്ഷമിച്ചേക്കണം എന്ന് പറഞ്ഞാണ് കടൽ കടത്തുന്നത്. ഇപ്പൊ അതാണ് സ്ഥിതി. പക്ഷെ ഈ പറയുന്നത് പോലെ ഈ പണത്തിന് ഇത്രയും ആർത്തിയുള്ള ഒരു മനുഷ്യൻ, ഇദ്ദേഹം എങ്ങനെയാണ് ശബരിമലയെ നന്നാക്കാൻ? ഈ അശോക് ചോദിക്കുന്നതിലും കാര്യമില്ലേ? ആംബുലൻസ് അവശനായി കിടന്നാലും പണം കിട്ടാൻ വേണ്ടി ജോലിക്ക് പോകണം. പിന്നെ ആംബുലൻസിലാണെങ്കിലും മറ്റേ ഒഫീഷ്യൽക്കാർ മാറ്റി വെച്ചിട്ട് ആംബുലൻസിലാണെങ്കിലും ജോലിക്ക് പോകും. ഇതൊക്കെ പറയുക എന്ന് പറയുന്നത് കട്ടവനേക്കാൾ വലിയ കിട്ടിയവനേക്കാൾ വലിയ കള്ളവനാണല്ലോ വന്നത് എന്നുള്ളൊരു പഴമൊഴിയുണ്ട്. അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ആ ലെവലിലേക്കുള്ള ഒരാളല്ലേ ഇപ്പൊ ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരില്ലേ? ഉചിതമല്ലാത്ത ഒരാളാണ് വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ തരിക നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആർത്തിപ്പണ്ടാരങ്ങളാണ് ഇവരൊക്കെ. അത് മതനേതാക്കളായി കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞാലും മാറ്റമില്ല എന്നുള്ളതാണ്. അവർക്ക് ആണ് അധികാരമുള്ളത്. ആ അധികാരം ഉപയോഗിച്ച് കിട്ടാവുന്ന പണമൊക്കെ അവർ തടുത്തു കൂട്ടുകയാണ് ചെയ്യുന്നത്. ബിസിനസ്സുകാർക്കൊക്കെ ഈ ആർത്തി ഉണ്ട്. പക്ഷേ അവർ ബിസിനസ് ചെയ്ത് അതിൽ അവർക്കുള്ള നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പണം നേടുന്നത്. അത് സമൂഹം അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. നീ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിക്കൊള്ളൂ എന്ന്. അതിനെന്ത് മോശമായിട്ടുള്ള വഴികളും അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പക്ഷേ സർക്കാർ തലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളങ്ങനെ ഇവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. കട്ട് തിന്നോടാ എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഇങ്ങനെ അനർഹമായിട്ടുള്ള രീതിയിൽ പണം നേടാനായിട്ട് പരിശ്രമിക്കുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്ന ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കും, ഇത് ശരിയല്ല ഏട്ടാ. ജയകുമാർ സാറിനോട് അശോക് പറയുന്നതാണ്, ശരിയല്ല സാർ അങ്ങ് ചെയ്യുന്നത്. അങ്ങ് ഇരട്ട പദവി വഹിക്കാനും അതേപോലെ തന്നെ ഇരട്ട പദവിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സ്വീകരിക്കാനും പാടില്ല. മാത്രമല്ല അങ്ങേക്ക് കിട്ടുന്ന ഈ വലിയ പെൻഷൻ ഉപയോഗിച്ച് നിസ്വാർത്ഥമായി സേവനം നൽകുകയാണെന്ന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് IMGയുടെ ഡയറക്റ്റ് പദവി ഒഴിയുക, എന്നിട്ട് ശബരിമലയിൽ സേവനമായി തുടരുക. അവിടെ നിന്ന് പൈസ ഒന്നും വാങ്ങണ്ട. അത് ദൈവത്തിനുള്ള ഒരു കാണിക്കയാക്കി അദ്ദേഹത്തിൻ്റെ സേവനത്തെ മാറ്റി തീർക്കട്ടെ. അപ്പോൾ വളരെ സന്തോഷമായിരിക്കും നമ്മൾ, അല്ലേ? അയ്യപ്പന്മാരൊക്കെ വളരെ ആഹ്ലാദത്തിലായിത്തീരും. കാരണം എന്താണ്, ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു ദൈവവിശ്വാസിയും ദൈവത്തിൻ്റെ പ്രതീകവും ഇരിക്കുന്നു എന്ന് അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയും. ജയകുമാർ വരുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതാ വരുന്ന ഒരു നന്മ മരം എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ കയറി പലരും ആക്രമിക്കാനായിട്ട് തുടങ്ങി. ആ അക്രമത്തിൽ കാമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ബി അശോകിനൊക്കെ ഈ IAS കുശുമ്പൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. എല്ലാ IASകാർക്കും ഈ IAS കുശുമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവർ പരസ്പരം എന്ത് ചെയ്യും, ഏത് സമയത്തും വെട്ടുകയോ കുത്തുകയോ മാന്തുകയൊക്കെ ചെയ്യും. പക്ഷേ കാര്യമുള്ള വെട്ടൽ അല്ലെങ്കിൽ മാന്തൽ വേണ്ടേ എന്ന് ചോദിച്ചാൽ അത് വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുകയും. ഈ ജയകുമാറിൻ്റെ ഈ വിഷയം അശോക് ഇങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ ആരും അറിയില്ല, അത് ശ്രദ്ധിക്കപ്പെടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഒരാളവിടെ നമുക്ക് ജാഗരൂകനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. ഒരു കാരണവശാലും ജയകുമാർ സാർ ആംബുലൻസിൽ ഒരു സേവനം നടത്താനായിട്ട് ശബരിമലയിലേക്ക് എന്നല്ല ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല എന്നോ. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യമുള്ള സമയത്ത് മാത്രം സേവനം നിർവഹിക്കുകയും അത് മതി എന്ന് അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള സമയങ്ങളിൽ തോന്നുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ എന്തായാലും ഇരട്ട പദവിയിൽ നിന്ന് ഒരു പദവി വെട്ടിക്കളയട്ടെ അദ്ദേഹം തന്നെ ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. IMGയുടെ പദവി രാജിവെച്ച പ്രശ്നങ്ങൾ അപ്പോൾ അവസാനിക്കും.